മീഡിയ എന്റർടൈൻമെന്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും നന്മ ഗംഭീരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ മുന്നിലെത്തിയിരിക്കുന്ന രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. വളരെ കലാകാരന്മാർ. ഈ ഓണവുമായിട്ട് കലാകാരന്മാരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ പൂക്കൾ ആണ് നമ്മുടെ ഓണത്തെ ഏറ്റവും കൂടുതൽ വരവേൽക്കുവാൻ വേണ്ടി എത്തുന്നത്. അങ്ങനെയുള്ള പൂക്കൾ ഒത്തിരി മനസ്സുകളിൽ പൂക്കൾ വിരിയിക്കുന്നു. സ്റ്റേജ് ഷോകളിലൂടെയും TV പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കലാപുഷ്പങ്ങളാണ് ഇന്ന് നമ്മുടെ. നമസ്കാരം. ഈ വരവില് ഒരു പ്രത്യേക സംഭവം ഫസ്റ്റ് അല്ലെ, ഒരു ഫസ്റ്റിന്റെ തിളക്കൂടെ അല്ലെ, ഫസ്റ്റ് റാങ്ക്. നമ്മുടെ ഫസ്റ്റ് റാങ്ക് രണ്ടാമത്തെ തവണയാണ് കിട്ടുന്നത് ദേവിചന്ദ്രനിക്ക്. ആദ്യത്തെ BA ഭരതനാട്യത്തിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇപ്പോൾ MAക്കും ഭരതനാട്യം അടിച്ചാണ്, ഡബിൾ മെഡലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? പ്രേക്ഷകർക്ക് ഇപ്പൊ എന്തൊക്കെ വിടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. എപ്പോഴും നമ്മള് ഒരാളായിട്ട് മത്സരിച്ചിട്ട് ആണെങ്കിലും ഫസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തില് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഞങ്ങളുടെ ബാച്ച് MAക്ക് 19 പേരുണ്ടായിരുന്നു. അപ്പൊ അതില് ഫസ്റ്റ് ആകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. അത് ഈ അസൂയയുടെ ചോദ്യമാണ്. കാരണം ഈ മൈൽ സ്റ്റോണിന്റെ രണ്ട് ആസ്പെക്ട് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹാർഡ് വർക്ക്. കാരണം നമ്മള് എന്തൊക്കെ തടസ്സങ്ങൾ തമാശയായിട്ട് മാത്രമല്ല, കാരണം ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ കേരളത്തിലാരും പറഞ്ഞ കാര്യം. പ്രത്യേകിച്ച് ഇത്രയധികം സ്റ്റേജ് ഷോകളിൽ ഏതൊക്കെ ഇതിലും വന്നു കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ വയസ്സിൽ ഒരിക്കലും കുറവാക്കാൻ, പെർഫോമൻസിന്റെ വയസ്സ് കുറവായിരിക്കുന്ന ആളുകൾ എപ്പോഴും ഇതിനു വേണ്ടി പ്രാക്ടീസ്. അത് മാത്രമല്ല, കാരണം സാധാരണ എല്ലാവരും പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയം തന്നെ മതിയാക്കി പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ കൂടുതലും ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ അഭിനയവും കൊണ്ടുപോകുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അസൈൻമെന്റ്, സെമിനാർ, അതിന്റെ പരീക്ഷകള്, നമ്മൾ കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് പ്രാക്ടിക്കൽ ഉള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒക്കെ നമ്മൾ അധികം ഒന്നും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റെഗുലർ കോഴ്സും കൂടെ ആയിരുന്നു. റെഗുലർ കോളേജിലാണ്. ക്ലാസ് മുടങ്ങാറില്ലെന്ന് ചോദിച്ചാൽ ഉള്ള സത്യം പറയാനും മുടങ്ങാറുണ്ടായിരുന്നു. പക്ഷെ കഴിയുന്നതും പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒന്നും നമ്മളെല്ലാ 365 ദിവസവും നമ്മൾ ഷൂട്ടിങ്ങിന് പോകാറില്ല, പ്രോഗ്രാമിനും പോകാറില്ല. കഴിയുന്നതും നമ്മൾ പ്രോഗ്രാമൊക്കെ ഉണ്ടായാലും വൈകിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഉച്ചവരെയെങ്കിലും കോളേജിൽ പോവുക. അതിനുശേഷം 1 അവർ ബങ്ക് ചെയ്ത് പ്രോഗ്രാമിന് പോവുക. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. പ്രതീക്ഷിച്ചിരുന്നല്ല, നല്ലപോലെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെക്കാളും ആഗ്രഹിക്കുന്നത് നമ്മളെ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രാധാമണി ടീച്ചറായിരുന്നു സെന്റ് തെരേസാസിലെ ഞങ്ങളുടെ ഹെഡായിരുന്നു. അപ്പൊ ടീച്ചർ അവിടെ സെന്റ് തെരേസാസിന്റെ ഫസ്റ്റ് റാങ്കോടുകൂടി BA പാസ്സായി RLVയിൽ ജോയിൻ ചെയ്തു. ഇത്തവണ കിട്ടണം കേട്ടോ നമ്മുടെ റാങ്ക്, അപ്പൊ അത് നിലനിർത്തണം. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളിലുള്ള ഒരു പ്രതീക്ഷ നമ്മളെക്കാളും കൂടുതൽ ബാക്കിയുള്ളവർക്കായിരുന്നു. എന്റെ അമ്മ അത് ഈ ഫസ്റ്റ് റാങ്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇത്തവണ കിട്ടത്തില്ലേ, കളയരുത് കേട്ടോ, അങ്ങനെയൊക്കെ പറയണം. നമുക്ക് അയ്യോ കിട്ടുമോ എന്നൊരു ടെൻഷനായിരുന്നു. ഞാൻ അങ്ങോട്ട് സംസാരിക്കും. എന്താ കാരണം വെച്ചാൽ ഫസ്റ്റ് റാങ്ക് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ മുൻഗണന കൊടുക്കുക. കിഷോറിന് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം ദേവി ഇങ്ങനൊരു ഫിലിമിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജ് പെർഫോമൻസ്, സീരിയല്, അങ്ങനെ ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാറുണ്ട്, സീരിയലും സിനിമയിലും ഒക്കെ വിളിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്നത്, ശരിക്കും ബഹുമാനം, കാര്യം ഇങ്ങനെ ഇത്രയും ഒരു ടഫായിട്ടാണ്, ടഫ് എന്നല്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. കാര്യം പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡ് ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നത് തന്നെ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കേൾക്കോട്ടെ, ഏറ്റവും അധികം താങ്ക്സ് പറയുന്ന കിഷോറിനാണ്. കാരണം പല ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, പട്ടിണി ഇരുന്നിട്ടാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ BA പഠിക്കുമ്പം എന്റെ കോളേജ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8:30 പോയാൽ 2:30 തിരിച്ചു വരുത്തുള്ളൂ. ഉച്ചയ്ക്ക് മിക്കവാറും ദിവസങ്ങൾ പട്ടിണിയാവാറുണ്ട്. RLV ചേർന്നപ്പോ 10 തൊട്ട് 4 വരെയാ. ഇപ്പൊ രാവിലെയും പട്ടിണിയാവും, ഉച്ചയ്ക്കും പട്ടിണി ആയിട്ടും ഇങ്ങനെ. അപ്പൊ എന്താന്നുള്ളതാ ഇത് സ്നേഹമാണ് കിഷോറിന്.
എന്തൊരു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ആൾക്കാർക്ക് അസുഖം തോന്നുന്നുണ്ട്. വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് പല ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യം. ഇങ്ങനെ ഇന്റർവ്യൂലെങ്കിലും അങ്ങനെയൊക്കെ ആൾക്കാരെ അടിയാതെ പിടിയാതൊക്കെ പറഞ്ഞിരുന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണ് നമ്മളെ കുറിച്ച് മോശം പറയുന്നത്. നമ്മള് അപ്പൊ കിഷോർ പറഞ്ഞു വരുന്നത് അതാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു ഇവിടെ ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. ഞങ്ങളെ ഫാമിലി എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് കോളേജിൽ പോവുക, അല്ലെങ്കിൽ ഡെയിലി എന്നിട്ട് വന്നിട്ട് രാത്രിയിൽ ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന് പഠിക്കുക. ആ സമയത്തൊക്കെ എക്സാമൊക്കെ ഉള്ള സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു അച്ചീവ് ചെയ്തപ്പോൾ അതിനൊരു ഞാൻ ബഹുമാനിക്കുന്നത് അതിനോടാണ് കൂടുതലും. കാര്യം എനിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫീൽഡ് ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവർക്കും പിന്നെ വീണ്ടും ഡാൻസ് പഠിച്ചിട്ടില്ല, കളിച്ചിട്ടുണ്ട്, കളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഡാൻസ്. അതൊന്നും പറയാതിരിക്കാം. പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അല്ല, ശ്രമിക്കാറുണ്ട്, പരാജയപ്പെടാറുണ്ട്. പരാജയപ്പെടാറുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും അന്യോന്യം ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തും. അത് രണ്ടുപേരുടെയും ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ഗുണം രണ്ടുപേർക്കുമായിട്ട് ഷെയർ ചെയ്യാനും താല്പര്യമാണ്. ഓണവും സമ്മാനിക്കുന്നതാണ്. ഓണവും അങ്ങനെ തന്നെയാണ്. ഈ ഒരുമിച്ചുള്ള സന്തോഷത്തിന് മാത്രമേ ഓണം എന്ന് പറയാം. ഓണം ഇങ്ങനെയൊക്കെ എത്ര ഓണം ഒരുമിച്ച് ഇപ്പം വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി? 7 വർഷം. 7 വർഷത്തിന് ശേഷം എത്ര ഓണം ഒരുമിച്ചുണ്ട്? 7 വർഷം ചുണ്ടു വീട്ടിൽ നിന്നല്ല, ഹോട്ടലുകളിൽ നിന്നൊക്കെ ആയിരിക്കും. കാരണം മിക്കവാറും പ്രോഗ്രാംസ് ഉള്ള സമയമാണ്. നമ്മുടെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് സീസൺ തുടങ്ങുന്ന ഓണത്തോടു കൂടിയാണ്. കർക്കിടകമൊക്കെ കഴിഞ്ഞ് ചിങ്ങൻ തുടങ്ങി ഓണമൊക്കെ ആകുമ്പോഴാണ് അതില്ലെങ്കിൽ ഓണമില്ല. നമുക്കതുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കൂടുതലും ആ സമയത്താണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പലതവണയും നമ്മൾ സാധാരണ എല്ലാവരും പറയോ വീട്ടിലാ ഉണ്ടിട്ട് തിരുവോണം വീട്ടിലെങ്കിലും ഉണ്ടിട്ട് പോകുന്ന പറയാം. പക്ഷെ പലപ്പോഴും നടക്കാറില്ല കേട്ടോ. വഴിക്ക് ഹോട്ടലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന നമ്മളൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാ നല്ല പായസമൊക്കെ ചോറുണ്ടാറുണ്ട്. അല്ല, പൊതുവെ ഇങ്ങനെ പണ്ടൊരു പായസം കൂട്ടി ഓണം ഉണ്ണ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലുള്ള ഓണം നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കാറില്ല. ഓണം ശരിക്കും ആഘോഷിച്ചിരുന്ന കുട്ടിക്കാലത്താണ്. കാര്യം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി നമ്മളൊരു ജോലി നമ്മുടെ സ്വന്തം ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ടാണ് അന്ന് നമുക്ക് പലതും നമ്മുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാരെ അമ്മായിമാരൊക്കെ എത്തിപ്പെടാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമമുണ്ട്. അവര് വരാതിനല്ല, അവരുടെ മക്കളായിട്ട് നമ്മളൊന്ന് കളിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഇവരിന്ന് വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെയൊക്കെ പുറകിലുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാല് ഓണം എന്താണെന്ന് പറഞ്ഞപ്പോഴുള്ള കുട്ടികൾക്ക് പണ്ട് ഞങ്ങളിങ്ങനെ പൂ പറിച്ച് നടന്നിരുന്നു, പാടവരമ്പിൽ പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പാടവരമ്പിൽ പോകുമ്പോ ചെളിയാവൂലേ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടില്ലേ എന്ന് പറയുന്ന അമ്മമാരാണത്. അല്ല, എന്റെ സുഹൃത്ത് ഒരു തവണ ഞങ്ങളിങ്ങനെ കാഷ്വൽ ടോക്കിനിടയ്ക്ക് എന്റെ സുഹൃത്ത് ഇങ്ങനെ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ അടുത്ത് 2 കൊച്ചു കുട്ടികൾ വന്നിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ അവരുടെ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്താണ് ഈ കുട്ടികൾ പറയുന്നത്. അവര് പറയുന്നത് എടാ മറ്റേ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന അത് ഗൂഗിളിൽ കയറി ഇന്ന സൈറ്റിൽ കയറി. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പുതിയ തലമുറയൊക്കെ ഭയങ്കര മുന്നിലാന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്റെ അടുത്ത് പറയാണ്ട് സുഹൃത്ത് പറയാണ് അതൊക്കെ വെറുതെ പറയേണ്ടതാണ്. കാര്യം അവൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ഇവർക്ക് ഊഞ്ഞാലാടാൻ പറ്റുമെന്ന്. ഇന്ന് ഊഞ്ഞാലാടി നമ്മുടെ മിമിക്രി ലോകത്തെ പെൺ രാജ്ഞി രാജി എന്നൊക്കെ പറയുന്നത് ഭയങ്കര അർത്ഥമായിട്ട് ഭയങ്കര തെറ്റാണ്. രാജ്ഞിയാണ് അല്ലെ ഏറ്റവും കൂടുതൽ. സത്യം പറഞ്ഞാൽ ഞാന് മിമിക്രി എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഞാൻ ഇപ്പോഴും കൈവച്ചിട്ടില്ല. മിമിക്രിക്കാരോടൊപ്പം ഏറ്റവും കൂടുതൽ സഹവസിച്ചത് മിമിക്രിക്കാരുമായിട്ട്. അവരുടെ കൂടെ എത്ര സ്കിറ്റുകൾ തീർച്ചയായിട്ടും. അല്ലാതെ ഒരു ശബ്ദാനുകരണം അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ കൂട്ടില് നമ്മുടെ സഹവാസവും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. കാരണം ഞങ്ങൾ പരിചയപ്പെടാൻ കാര്യവും അങ്ങനെ ഒരു കൂട്ടുകെട്ടായിരുന്നു. പ്രസാദേട്ടന്റെ ട്രൂപ്പിൽ ആദ്യമായിട്ട് പോയി അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ ഉള്ള നമ്മളൊരു ഗ്യാങ് എന്ന് പറയുന്നത് എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഇന്ന് അവരൊക്കെ
നമ്മളെക്കാളും ഒക്കെ ഒത്തിരി ഒത്തിരി ഉയരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പേരുടെ അടുത്തുനിന്ന് പ്രശസ്തരായ എത്ര പേരുടെ കോംപ്ലിമെന്റ് കിട്ടി ഈ ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ? ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഒരു നമ്മുടെ മിമിക്രി ഫീൽഡിലുള്ള ഒരുപാട് പേര് വിളിച്ചു. നമ്മൾ പറഞ്ഞു തന്നെ ഷീറ്റിലേക്ക് വരുന്നവരെ അത് നാരായണൻ ഒരിക്കൽ പറയുണ്ടായി, നമ്മുടെ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ വളർന്ന ഒരു 30 വയസ്സിന് ശേഷമുള്ള ആളുകൾ അനുഭവിച്ച സുഖം ഇനി ആരെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സിനിമകളിലൂടെ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും നോവലിൽ വായിച്ചതുപോലെ ഉള്ള തിരിച്ചറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മള് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഈ കുട്ടികൾക്ക് അതിനുള്ള സങ്കടവുമില്ല. കാര്യം അവരതിന്റെ സുഖം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർക്കത് മിസ് ചെയ്യുന്നു ഒന്നും അതല്ല. എന്തെന്നറിയോ ലെവൽ, അതായത് നമ്മുടെയൊക്കെ തലമുറ അനുഭവിച്ച പാടത്ത് നമ്മൾ ഈ നെല്ല് കൊയ്ത് കൊണ്ട് വയ്ക്കുന്നതും അത് അന്ന് ഓണത്തിന് വേണ്ടിയിട്ട് അത് ആ നെല്ല് കൊണ്ട് കുത്തിരിച്ചോറുന്നതും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ കൂടെ ആ ചെളിമണ നടന്നിട്ടുള്ള ആ സുഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പൊ ഇതിനകത്ത് ബ്ലോഗിലൊക്കെ നല്ലപോലെ എഴുതുന്നുണ്ട്, അദ്ദേഹം ഇന്റർനെറ്റ് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്, പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അത് അല്ല, ഞാൻ അദ്ദേഹം മാത്രമല്ല, നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞ കേരള തനിമ നഷ്ടപ്പെടുന്നതിന്റെ ഭാഗങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? നഷ്ടപ്പെടാതിരിക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മള് ഇപ്പോഴത്തെ ജനറേഷൻ തീരുമാനിക്കാന്നുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ ഊഞ്ഞാല് രക്ഷയില്ല. അപ്പൊ കഴിയുന്നത് നമ്മൾ അങ്ങനെയുള്ളൊരു നമ്മളായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നിവൃത്തിയുള്ളൂ. ഇപ്പം പ്രഗത്ഭരായ ഇപ്പൊ പറഞ്ഞു മമ്മൂട്ടി, മോഹൻലാൽ ഇവരെ പോലുള്ള പ്രഗത്ഭരായ കലാകാരന്മാർ ഒരുപാട് പേര് ഇപ്പം കൃഷി എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരായിട്ട് വന്ന് അവർ ചെയ്യുന്നു. അപ്പൊ ബാക്കിയുള്ളവർക്കും അവർക്ക് ചെയ്യാൻ ഇത്രയും തിരക്കോട് അങ്ങേർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ഇവരെ പോലുള്ള വലിയ വലിയ കലാകാരന്മാര് പ്രൊമോട്ട് ചെയ്യുന്ന വളരെയധികം. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ പറ്റുന്ന നമ്മുടെ കേരളത്തെ അതേപോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓണത്തിന് ഇനി ഞാൻ മുമ്പ് ചോദിച്ചൊരു കാര്യം പിന്നെ വിട്ടുപോയി, ആഹാരം ദോശയാണെന്ന് പറഞ്ഞില്ലേ? കൂടുതൽ എളുപ്പമുള്ളത് ദോശയാണ്. അതുകൊണ്ടാണ് ഈ ദോശ. ഇപ്പം ദോശമാവൊക്കെ മേടിക്കാൻ കിട്ടും, അത് മേടിക്കാൻ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ ഒരു മോനാണ്. അപ്പൊ അവിടെ അച്ഛനും അമ്മയും കളമശ്ശേരിയിലെ ചെങ്ങമ്പുഴ നായരില് താമസിക്കുന്നു. നിങ്ങള് പോയവരും കാണും. ഓണം എവിടെയായിരിക്കും സാധാരണ? ഓണത്തിനങ്ങനെ കാര്യം അച്ഛനമ്മ എന്റെ നാട് കോട്ടയമാണ്. അപ്പൊ അവര് കോട്ടയത്തിന് പോകും. ഞങ്ങളുടെ തിരക്കുകളും കാര്യങ്ങളും അറിയുന്നുണ്ട്. അവര് ഞങ്ങളെ എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയൻ അതെ കലാകാരൻ, കൂടിയാട്ടം ആർട്ടിസ്റ്റാണ്. ഇപ്പം MPhil ചെയ്തോണ്ടിരിക്കുന്നു സ്കൂൾ ഓഫ് ലെറ്റേഴ്സില്. അവിടെ റാങ്ക് അവൻ സെക്കൻഡ് ആയിരുന്നു. അവർക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവൻ 8ാം ക്ലാസ് തൊട്ട് ചാരു അഗരു എന്നാണ് പേര്. 8ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ കലാമണ്ഡലത്തിലായിരുന്നു. അതിനുശേഷം MA തിയേറ്റർ കാലടി. അച്ഛൻ എഴുതും. വളരെ ഇഷ്ടം. അച്ഛന് ഏറ്റവും അധികം അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം ഞങ്ങള് സംസാരിച്ചപ്പം എനിക്ക് തോന്നിയത് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് അച്ഛനായിരുന്നു. കാര്യം ബഹളം വയ്ക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പറഞ്ഞാല് ഞങ്ങള് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ദേവിയുടെ കൂടെ എപ്പോഴും അച്ഛനും ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ ഞാൻ അച്ഛനോട് ഡയറക്റ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോ അച്ഛനാണ് പറഞ്ഞത് ഞങ്ങള് പേരൻസുമായിട്ട് ഞാൻ സംസാരിക്കാം എന്നുള്ളതാണ്. പിന്നെ ബഹളം അങ്ങനെ അടിപിടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. സമാധാനപരമായി വെള്ളപ്പൊടി അപ്പോഴേ കാണിച്ചായിരുന്നു. പിന്നെ അച്ഛനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡാൻസ് കളിക്കാനും വരുന്നില്ല, ഞാൻ പാട്ട് പാടാനും നമ്മള് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പോളിസി ഇതാ. ഇപ്പം എന്റെ നിന്റെ എന്നുള്ളതില്ല, നമ്മുടെ അത് എന്തുമായാലും പ്രശസ്തി ആയാലും പൈസ ആയാലും
ഇതുപോലെയുള്ള അംഗീകാരങ്ങളായാലും നമ്മള് ഇപ്പൊ ഒരാള് എന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴും നമുക്ക് പ്രോഗ്രാംസ്, നമ്മൾ ആർട്ടിസ്റ്റുകളാണ്, പലപ്പോഴും ചിലപ്പോൾ സീസൺ ആയി പ്രോഗ്രാംസ് കുറയാം, ചിലപ്പോൾ നല്ല അടുത്ത സീസൺ നെക്സ്റ്റ് സീസണിൽ ഭയങ്കരമായിട്ട് പ്രോഗ്രാം നിൽക്കാൻ പോലും സമയമുണ്ട്. അപ്പൊ ഞാൻ പറയാം, എല്ലാ മനുഷ്യർക്കും നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു റീസൈക്കിൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് എല്ലാവർക്കും വരും. നമുക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മള് ചെറിയ വേറെ വലിയ വലിയ ആൾക്കാരുടെ വിഷമങ്ങളും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ വിഷമമൊന്നും ഒന്നുമല്ല. അപ്പൊ നമ്മളങ്ങനെ വിശ്വസിച്ചു പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം ഇങ്ങനെ മാറി വരും എന്നുള്ള ഇതില് അല്ല അതിനുവേണ്ടി ഇരുന്ന് പെട്ടെന്ന് വിഷമിച്ച് സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെന്റെ ഗ്രാമം. ഡാൻസ് ഇവന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മോണോ ആക്ട് ഉണ്ടായിരുന്നു, കഥകളി, ഓട്ടം തുള്ളല്, മ്യൂസിക്, മദ്യപാരായണ, എല്ലാം മരണക്കിണർ ഒഴിച്ച് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അത്യാവശ്യം ധൈര്യമായിരുന്നു. അപ്പൊ ദൃശ്യ എന്റർടൈൻമെന്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും നന്മ ഗംഭീരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ മുന്നിലെത്തിയിരിക്കുന്ന രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. വളരെ കലാകാരന്മാർ. ഈ ഓണവുമായിട്ട് കലാകാരന്മാരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ പൂക്കൾ ആണ് നമ്മളുടെ ഓണത്തെ ഏറ്റവും കൂടുതൽ വരവേൽക്കുവാൻ വേണ്ടി. അങ്ങനെയുള്ള പൂക്കൾ ഒത്തിരി മനസ്സുകളിൽ പൂക്കൾ വിരിയിക്കുന്നു. സ്റ്റേജ് ഷോകളിലൂടെയും TV പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കലാപുഷ്പങ്ങളാണ് ഇന്ന് നമ്മുടെ. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. കലാപരിപാടികൾ ഓരോരുത്തരും സാറ് സംഗീതം പഠിച്ചത് ഞാൻ മഹാരാജാസിലാണ് BA ചെയ്തത്. പിന്നെ ഞാൻ അവിടെ ഒരു കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചാണ്. ഞാൻ വെളിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. മാമംഗലത്ത് ജോർജ് എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വന്ന് ഞാൻ 99 ലാസ്റ്റ് 2000 ഫസ്റ്റിലാണ്. ഞാൻ ശരിക്കും ഫീൽഡിൽ ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിന്ന് എറണാകുളം വരാൻ കാര്യം നമ്മുടെ എറണാകുളത്താണല്ലോ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ചുകൂടെ പ്രോഗ്രാംസിനോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. എന്റെ ഫാദർ ഡോക്ടറാണ്. അപ്പം അച്ഛൻ സാറെല്ലാവരും ചോദിക്കും ഡോക്ടറിന്റെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ആണ് സാറാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എന്റെ അച്ഛൻ ഇതുപോലെ പഠിക്കാത്തതിനോ നിനക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ നീ പഠിക്കാൻ മാർക്കും മേടിക്കാം, പക്ഷെ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അച്ഛൻ പറയും ഡോക്ടർ ആകാനാണ്. ഡോക്ടറൊക്കെ എത്ര പേർക്കാണോ ചുമ്മാ ഇരുന്ന് പഠിച്ച ഡോക്ടറാണ്. പക്ഷെ ഇത് അങ്ങനെ നടക്കത്തില്ല. ഒരു കലാകാരനായ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ. തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നിയത്, ഞാനൊരു തവണ ഇങ്ങനെ AR റഹ്മാന്റെ ഒരു നമ്മളാ ചെറുപ്പകാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ റഹ്മാന്റെ ഗാനങ്ങൾ നമ്മൾ ആസ്വദിക്കുന്ന ഒരു പീക്ക് ടൈം. അപ്പൊ അന്ന് ഞാനിതൊരു ഷോ കാണാനായി. അദ്ദേഹം ഇങ്ങനെ ഒരു കീബോർഡ് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു മൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് പാടുന്നു. അപ്പൊ ഞാൻ പണ്ട് ഈ അച്ഛൻ സത്യസായി ഡിവോട്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഭജൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഹാർമോണിയം പ്ലേ ചെയ്ത് പാടും. അപ്പൊ അങ്ങനെ കീബോർഡ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ നാട്ടിൽ അധികം ചാനൽസോ പ്രോഗ്രാംസോ ഒന്നും അന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നിട്ട് ലൈവ് ഷോ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ അച്ഛനോട് സംസാരിക്കുക. അച്ഛൻ പറഞ്ഞ് ചെറിയ കീബോർഡ് എനിക്ക് മേടിച്ചത്, നീ പ്രാക്ടീസ് ചെയ്യും, നമുക്കൊന്ന് ജസ്റ്റ് ട്രയൽ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ട്രയൽ നോക്കിയ ഒരു ചെറിയ പ്രോഗ്രാം ചെയ്തതും ഭയങ്കര വിജയമായിരുന്നു. 2-2.5 മണിക്കൂർ ഒറ്റയ്ക്ക് കീബോർഡ് വായിച്ച് പാടുന്നു. അങ്ങനെ അച്ഛന്റെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് എന്നെ എറണാകുളത്തിലുണ്ട്.
അങ്ങനെ ഇവിടെ വന്നിട്ട് കളമശ്ശേരി ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം ചെയ്തു. ഈ അനാഥ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തപ്പോ അന്ന് അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് വന്ന് ടിനി ടോം ആണ്. അന്ന് ടിനി ടോം സിനിമാലയിലൂടെ ഭയങ്കര ഹിറ്റായിട്ടാണ്. അപ്പൊ ടിനി ചേട്ടനെ കുറച്ച് മ്യൂസിക്കിനോട് ഇഷ്ടമുള്ള ആളാണ്, പ്രത്യേകിച്ച് വെസ്റ്റേൺ. അപ്പൊ പുള്ളി ഗിറ്റാറൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് പാടും. അപ്പൊ പുള്ളിക്ക് ഇത് കണ്ടപ്പം ഒരു യൂണീക്ക് ഒരു പ്രത്യേക സ്റ്റൈല് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു ഒരു വൺ മാൻ ഷോ. പുള്ളിയോട് ഒന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട്, ഗൾഫ് ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ വന്നിടയ്ക്ക് എനിക്ക് സ്റ്റേജ് 2-3 സ്റ്റേജ് എറണാകുളത്തായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു വലിയ കാര്യമല്ല അത്. അങ്ങനെയാണ് ടിനിച്ചേട്ടനാണ് എന്നെ KS പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് 2000 ഞാൻ ട്രിപ്പ് പോകുന്നത്. അതുവഴിയാണ് പല പല മിമിക്രി ആർട്ടിസ്റ്റുകളെ ഞാൻ പരിചയപ്പെടുകയും അവരുടെ ഓരോ ഇൻഡിവിജ്വൽ പ്രോഗ്രാംസിന് എന്നെ ഇതുപോലെ വൺ മാൻ ഷോ ചെയ്യാൻ എത്രയോ പേഷ്യൻസ് കണ്ടുപിടിച്ച ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം നമ്മൾ ഒരുപാട് പേരുടെ കൂടെ സഹകരിക്കുന്ന ഞാൻ 2001 2 വർഷത്തെ ഗ്യാപ്പ്. സ്ഥിരമായിട്ട് ഞാൻ ട്രൂപ്പിലായി. ദേവി അവിടെ തുടങ്ങി. ഓക്കെ, കഴിഞ്ഞ ഏകദേശം 12 വർഷത്തോളം കേരളയില് മിസ്സസ് ആൻഡ് മിസ്റ്റർ ട്രിപ്പിൽ വെച്ചാണ് ആലോചിക്കുന്നത്. കാരണം അത് കോമഡി ദേവി ശരിക്കും എനിക്ക് തോന്നുന്നു കോമഡി ചെയ്യാൻ വന്നല്ല, ഡാൻസർ ആയിട്ടാണ്. ഞാൻ ആ സമയത്ത് കലാതിലകമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് 2000 അപ്പൊ അങ്ങനെ പ്രസാദന്റെ നേരത്തെ പരിചയമുണ്ട്. പക്ഷെ ഡാൻസ് ഇവന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മോണോ ആയിട്ടുണ്ടായിരുന്നു, കഥകളി, ഓട്ടം തുള്ളല്, മ്യൂസിക്, പതിവാരാണ് എല്ലാം മരണക്കിണർ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അത്യാവശ്യം ധൈര്യമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രസാദേട്ടനാണ് ചോദിച്ചത്, ഓണായിട്ടൊക്കെ ചെയ്തതല്ലേ, നമ്മളിവിടെ ഒരു സ്കിറ്റിന് കയറാമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ദൈവമേ സ്കിറ്റ് എന്നൊക്കെ പറയുമ്പോ കൽപ്പന ചേച്ചി അവരൊക്കെ ചെയ്ത് നമ്മൾ സ്നിഗ്ധാനൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അയ്യോ അതൊന്നും എനിക്കറിയത്തില്ല, ഇത് റെക്കോർഡഡ് സ്കിറ്റ്, അവരുടെ ഇങ്ങനെ അനക്കാ മതി, എക്സ്പ്രഷനും കാണിച്ചാൽ മതിയെന്ന്. അപ്പൊ ഞാൻ നോക്കാം ഇങ്ങനെ ഇട്ട് കേൾപ്പിച്ചു. അതൊരു രാഷ്ട്രീയ നാടകമായിരുന്നു. അതിട്ട് കേൾപ്പിച്ചു. പത്മജയുടെ റോള് പാർട്ടി ചിത്രത്താഴെന്ന് പറഞ്ഞു, മൺചിത്രത്താഴിന്റെ അതിനെ ബേസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അത് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ലട്ടോ, കോമഡി ചെയ്യാൻ പറ്റും, നമുക്ക് നാട്ടിൽ വരട്ടെ, എന്നിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രസാദേട്ടൻ നിർബന്ധിച്ചിട്ടാണ് മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ആ ഒരു 11 വർഷം അത് അത്രയും തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഈ മിസസ് പണിക്കര് ലാസ്റ്റ് തീരുന്ന എപ്പിസോഡ് വരെയും ഉണ്ടായിരുന്നു. അലച്ചുണ്ടായതാ. കാരണം ശരിക്കും ഈ സംഭവം ഈ ശബ്ദത്തിന്റെ ഒരു മോഡുലേഷൻ ഉണ്ടല്ലേ, ഈ ശബ്ദം മാത്രമല്ല അതിലെ ഒരു പ്രത്യേകത, ഞാനൊരു ചെറിയൊരു ക്യാപ്സൂൾ ഇത് ചെയ്യുമായിരുന്നു, ഒരു മുത്തച്ഛനും കുഞ്ഞുമായിട്ടുള്ള ഒരു ഓണത്തിന്റെ സംഭാഷണം. അപ്പൊ അതെങ്ങനെ ഇപ്പൊ ഓണായതെന്ന് പറഞ്ഞ മംഗ്ലീഷ് പറയുന്ന ഒരു കൊച്ചും ഒരു മുത്തച്ഛനും. അപ്പൊ മുത്തച്ഛൻ ചോദിക്കാണ്, എന്തൊക്കെയാ മോളെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോ കുട്ടി പറയാണ്, മുത്തച്ഛ നമ്മുടെ നാട്ടില് വലിയൊരു കിങ് ഉണ്ടായിരുന്നു, മഹാബലി. ആ കിങ് വളരെ നല്ല കിങ് ആയിരുന്നു. ആ സമയത്ത് ലൈസ് ഇല്ല, കള്ളുമില്ല, ചീറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ വളരെ ഹാപ്പി ആയി. അപ്പൊ ബാക്കി എല്ലാവർക്കും ഭയങ്കര ജെൽസായി. കുശുംബ. അവര് നേരെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ വാമനന്റെ അടുത്ത് ചെന്നു. അപ്പൊ വാമനൻ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് പാസ്വേഡ് വെച്ചു, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഓണം. അപ്പൊ ഇങ്ങനെ ഈ മംഗ്ലീഷ് പറയുന്ന ഒരു ഇത് കണ്ടോണ്ട് പറഞ്ഞു, അന്ന് നമുക്ക് ഈ ക്യാരക്ടർ മിസസ് പണിക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ കോട്ട ഇംഗ്ലീഷ് പറയുന്ന ഒരു കഥാപാത്രമാക്കാം. ഗൾഫിൽ ചെന്നിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയില് വെറുതെ ഞങ്ങൾ നേരം കൂടെ ഇങ്ങനെ കൂടിയപ്പം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞ സാധനം അപ്പോഴാണ് പ്രസാദിന് ഇങ്ങനെ ഐഡിയ തോന്നിയത്. ഈ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് ഭർത്താവിന് എന്ത് പറഞ്ഞാലും അടിച്ചമർത്തുന്ന ഒന്നും അറിയത്തില്ല, ലേഡീസ് ഫിംഗർ മെക്കിറ്റ് കട്ടിങ്സ് അങ്ങനെയൊക്കെ പറയുന്നത് പൊട്ടെങ്കിലാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കി, അങ്ങനെ വെറുതെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാ. പക്ഷെ അത് ഇത്രയും പോകുന്നൊന്നും സ്വപ്നത്തിൽ ഞാൻ പോലും വിചാരിച്ചില്ല. പ്രേക്ഷകര് പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ ഷോയുടെ ടൈപ്പ് മാറി, പെർഫോമൻസിന്റെ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന രീതികൾ മാറി. അങ്ങനെ മാറിയപ്പോ അവരുടെ കോമഡി ഫെസ്റ്റിവൽ അങ്ങനെ പ്രോഗ്രാം അന്നത്തെ കാലത്തൊന്നും കോമഡി ചാനൽസ് ഇല്ല. സിനിമാല അല്ലെങ്കിൽ അതുപോലെ വളരെ ചുരുക്കമായിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. ഇപ്പം അതിനുവേണ്ടി റിയാലിറ്റി ഷോകളാണല്ലോ എല്ലാ ചാനലും. 2-3 മണിക്കൂർ വെച്ച് നമ്മുടെ ഡെയിലി ചാനൽസിൽ കോമഡി പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
ഫിലിം എണ്ണിയൊന്നും വെച്ചിട്ടില്ല. അയ്യോ അത്രയൊന്നുമില്ല. ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് എന്റെ 14 വർഷമാവുക. ഹാസ്യം എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യുന്ന ഇച്ചിരിയെങ്കിലും ഒരു ഹാസ്യം കലർന്ന് കഥാപാത്രം ചെയ്യുന്ന ലോഹിത് സാറിന്റെ കസ്തൂരിമാൻ. അതിനുശേഷം പിന്നെ വേഷം മമ്മൂട്ടിയുടെ അനീതിയായിട്ട്, കൊച്ചിൻ അനീഫയുടെ വൈഫായിട്ട്, അത് അങ്ങനെയൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോ റീസെന്റ് ടി.കെ. രാജീവ് കുമാർ സാറിന്റെ പടത്തില് അതും ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല, സീരിയസ് ആണ്. പിന്നെ തോന്നുന്നു അല്ല ഒരു അഭിനയം നമുക്ക് എപ്പോഴും പറയുന്ന സാധനം കൊള്ളത്തില്ല ചെയ്യാന്നുള്ളത് അതിന്റെ ഒരു സന്തോഷം വേറെ ഒരു ഇതിലും കിട്ടില്ല. അത് ഏത് പെർഫോമൻസ് ആയാലും, പാട്ടായാലും ഡാൻസ് ആയാലും ഇത്രയും സ്റ്റേജില് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് അവരെ കൊണ്ട് ചിരിപ്പിക്കുക അല്ലെങ്കിൽ കരയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു നിസ്സാര സംഭവമല്ല. നമ്മുടെ ടിവിയിലാണെങ്കിലും ക്ലോസ് വെക്കാം, അവിടുന്ന് റിയാക്ഷൻ കട്ട് ചെയ്യാം, മ്യൂസിക് ബിൽഡപ്പ് കൊടുക്കാം, എന്തൊക്കെ പ്രൊമോഷൻ ചെയ്യാം. പക്ഷെ നമുക്ക് സ്റ്റേജിൽ അതൊന്നും പിന്നെ പാളിപ്പോയാൽ തീർന്നു. ചെറിയൊരു മൈന്യൂട്ട് ഫോൾട്ടുകൾ വന്നാൽ പോലും നീ എപ്പോ കിട്ടിയെന്ന് വെച്ചാൽ മതിയാവും. കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്. സീരിയൽസിലേക്ക് ഒരുപാട് സിനിമയെക്കാളും സീരിയലാണ് ഏറ്റവും കൂടുതൽ. ഒരുപാട് ഫിലിമിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വരാറുണ്ടോ? ഇല്ലില്ല, ഞാൻ ശ്രമിക്കാത്തതാണ്. സിനിമയ്ക്ക് പാടാൻ ശ്രമിച്ചിട്ടില്ല. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സിനിമയെ പാടാൻ പോകുന്നില്ല. സ്റ്റേജിൽ കാണുന്ന ആർക്ക് തോന്നുന്നൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ്. ഒരു നല്ലൊരു ശ്രോതാവ് നമ്മൾ ചെയ്യുന്നത് ഒരാൾക്ക് ചോദിക്കാന്ന് പറയും, എന്തുകൊണ്ട് കിഷോറിന് പാടില്ല. അപ്പം ഞാനത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഏതായാലും നല്ല നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ അപ്ലോസ് ഉണ്ടല്ലോ, നമുക്ക് പുറത്ത് കിട്ടുന്ന പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അപ്ലോസ് ഭയങ്കരമായ ഒരു നമ്മുടെ ഒരു സുഖം തന്നെയാണ്. നമുക്കൊരു നേരത്തെ ഇപ്പൊ ഞാൻ വീണ്ടും കുറച്ചു നാളെ ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു എന്റെ വൺമാൻ ഷോ ചെയ്യാതെ. ഇപ്പൊ അതല്ല, ഞാൻ രണ്ടാമത് അത് വേറൊരു സ്റ്റൈലിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. കാര്യം ഒരുപാട് പാടുന്നവരിപ്പോ ഒരുപാട് പേർക്ക് വന്ന് ഞാൻ കീബോർഡ് സീക്വൻസ് ചെയ്യും, പിന്നെ കമ്പോസർ ഋതം ചെയ്യും, പിന്നെ തബലയൊക്കെ ഈ ഇത് പഠിക്കാൻ താളം നമുക്ക് എന്തായാലും എനിക്ക് അത് ഭയങ്കര നിർബന്ധമായിരുന്നു. കാര്യം പാട്ട് പഠിക്കുന്നതിന്റെ കൂടെ ഒരു മെലഡി ഇൻസ്ട്രുമെന്റ് ഒരു ഋതം ഇൻസ്ട്രുമെന്റും പഠിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം നിർബന്ധമായിരുന്നു. അത് എപ്പോഴും ഞാൻ ഈ നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവരും പഠിക്കുന്നവരോട് ഞാൻ പറയാറുണ്ടാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് പാട്ട് പഠിപ്പിക്കുന്ന സാറ് വരുന്നു, ഒരു ഡയറക്ടിങ് ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു സുധി ബോക്സ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയല്ല. അവര് പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് ഹാർമോണിയം മീട്ടിച്ച് വച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എപ്പോഴും അവിടുന്ന് വരുന്ന സിംഗേഴ്സിനുണ്ട്. അതാണ് നമ്മുടെ ഇവിടെയുള്ള ഹിന്ദുസ്ഥാനി പാടുന്ന മലയാളി പിന്നെ അവർക്ക് ഒരുപാട് ഈ എന്താ പറയണ്ടേ ശ്രുതി പാട്ടിന് അതാണല്ലോ ഏറ്റവും വേണ്ടത്. അതൊരിക്കലും കറക്റ്റ് ബാലൻസിൽ നിന്ന് പോകും എങ്ങനെ വന്നാലും. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാടുമ്പോ ഒരേപോലെ ചെയ്യും, നമുക്കൊരു ഡ്യുവൽ വോയിസ് തോന്നൂല. അത് മാത്രമല്ല, നോർത്ത് ഇന്ത്യ നമുക്കിവിടെ ഒരുമിച്ച് പാടുന്ന ക്ലാസിക്കൽ പാട്ടുകാരെ കിട്ടുന്ന നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ കിട്ടാണ്. കാരണം അവിടെ എത്ര പേരാണ് ബോംബെ സിസ്റ്റേഴ്സ്, അതൊരു കാരണമാണ്. അതൊരു നല്ല കണ്ടുപിടുത്തം തന്നിട്ടില്ല, അതൊരു കാരണമാണ്. ഇതിനോട് കൂടിയാണ് അതിന്റെ അത് വലിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് ഒരു ജലദോഷമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ജാമ്യം അല്ലാതായിരിക്കട്ടെ എന്ന് പാട്ടിന്റെ നമുക്ക് ഓണപ്പാട്ടിലെ ഒരു രണ്ടിലേ നമ്മള് ഇതിനാദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഓണം മിസ്സാവുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ഒരു ലളിതഗാനം വളരെ പ്രശസ്തമൊന്നുമല്ല, എം ജയചന്ദ്രൻ അദ്ദേഹം ഈണം നൽകിയാണ്. ശരിക്കും അദ്ദേഹം സിനിമാ ഫീൽഡിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ റേഡിയോയിലൊക്കെ ARലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോഴാണല്ലോ അദ്ദേഹം വന്നത്. അദ്ദേഹം ചെയ്ത ലൈറ്റ് മ്യൂസിക് അത് ഞാൻ ഇത് പഠിച്ചിട്ട് ഒരുപാട് വേദികളിൽ പാടുകയും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. അതൊന്ന് കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെന്റെ ഗ്രാമം കല്ലെറിഞ്ഞോടിയ
നിർമ്മല സ്നേഹമാണെന്റെ ഗ്രാമം, നിർമ്മല സ്നേഹമാണെന്റെ ഗ്രാമം. കുളിരൂറും കൗമാര സ്വപ്നം വിരിച്ച പുഴയുടെ തീരമാണെന്റെ ഗ്രാമം. കല്ലെറിഞ്ഞോളങ്ങൾ തീർത്തൊരാ കാലത്തിൻ നിർമ്മല സ്നേഹമാണെന്റെ ഗ്രാമം, നിർമ്മല സ്നേഹമാണെന്റെ ഗ്രാമം. ഒരു കാര്യം വെച്ചാൽ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ ഓർക്കുന്നത്, ഇളയനില എന്നൊരു പ്രോഗ്രാം, അതിന്റെ നട്ടല് നട്ടല് ഞാൻ മാത്രമല്ല, ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ബാൻഡ് കൺസെപ്റ്റ് നമ്മുടെ മലയാളികൾക്ക് ഇല്ല. ടെലിവിഷനിലൂടെ ആദ്യമായിട്ടാണ്. കാര്യം ഉണ്ടെങ്കിൽ തന്നെ അതെ, ഉണ്ടെങ്കിൽ തന്നെയും മലയാളി ഇവ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ, സൗത്ത് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും വെസ്റ്റേൺ ബാൻഡുകളാണ് നമ്മളിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ഈസ്റ്റേൺ ടൈപ്പിലുള്ളൊരു ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള. അപ്പൊ അതില് മനോജ് കൃഷ്ണൻ, അൻസാറ്, പ്രദീപ് ബാബു, സമദ്, ഞാൻ, ഇങ്ങനെ 5 പേരാണ് ആ ടീം. അത് ഇപ്പോഴും ഉണ്ട്. പ്രോഗ്രാം ഇപ്പൊ ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടായ്മ ഇപ്പോഴും ഉണ്ട്. പിന്നെ അത് ഈ ഇളയനില ഒരു 4 വർഷം ചെയ്തു. അതിനുശേഷം ഏഷ്യാനെറ്റിലെ മ്യൂസിക് ഡ്രീംസ് എന്ന് പറഞ്ഞ് അത് കുറച്ചുകൂടെ, ഇത് ഇന്റീരിയർ ആയിരുന്നു പ്രോഗ്രാം, കൂടുതൽ ഇളയനില ഇന്റീരിയർ ആയിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും കുറച്ച് ഔട്ട്ഡോർ ഒക്കെ പോയി ഷൂട്ട് ചെയ്ത് കുറച്ച് കോസ്റ്റ്യൂംസിലൊക്കെ മാറ്റമൊക്കെ വരുത്തി, അങ്ങനെ വേറൊരു സ്റ്റൈലില് അത് 3.5 വർഷം ചെയ്തു ആ പ്രോഗ്രാം. നീ അതുപോലത്തുള്ള പ്രോഗ്രാമുകൾക്കുള്ള സമയമായി, കാരണം തീർച്ചയായും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുത്തൊരു പ്ലാനിങ്ങിലാണ്. ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോസ്, ഇപ്പൊ കോമഡിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിലും മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും ഇതിന്റെ എല്ലാത്തിന്റെ ഒരു തള്ളിക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ ആര് വിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൽ ആര് ഞാൻ ഫസ്റ്റ് വരുന്നു, ഏറ്റവും അധികം പ്രൈസ് മണി ഏതിന് കിട്ടുന്നു, അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ടെലിവിഷൻ പ്രശസ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരളവ് വരെ നമ്മളെ പ്രശസ്തിയുടെ പറയുക ഒരു കലാകാരനുണ്ട്. ആദ്യ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ അല്ല ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അറിയും, നമ്മളെ ഒരു തിരിച്ചറിയുന്ന ലൈഫില്ല. നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഒരു പ്രശസ്തിക്ക് കൂടുതലും പ്രശസ്തി ആവുക എന്നതിലുപരി ഞങ്ങള് നമുക്ക് കിട്ടിയ ഒരു വരദാനം, അതിൽ കൂടുതൽ നമുക്ക് അറിവ് നേടുക എന്നുള്ളത്. അസേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ റിയാലിറ്റി ഏഷ്യാനെറ്റിന്റെ ഫൈനലിലാണ് തോന്നുന്നത്, പറഞ്ഞു എല്ലാവരും ഇങ്ങനെ മമ്മൂക്കയാണ്, അതായത് റിയാലിറ്റി ഷോകളിൽ വരുന്ന ആളുകള് അവര് ആ ഒരു വർഷം അന്ന് ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് കഴിയുമ്പോ വഴിയിലിറങ്ങുമ്പോ ഇത് ഐഡിയ സ്റ്റാർസുകൾ അല്ലെങ്കിൽ ഇത് ഇന്നയാളെന്ന് പറയുമ്പോ അവരവിടെ ഞാൻ പ്രശസ്തനാണ് ഇനി എന്തിനാണ് ആ ഒരു ഈഗോയിൽ അവർ. കാര്യം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാർ അനുഭവങ്ങളുള്ളവരാണ്. നമ്മൾ ഒരുപാട് പേര് പറയുമ്പോൾ ചുമ്മാ പറയുന്ന അനുഭവം മുന്നിൽ തോന്നാം, പക്ഷെ അനുഭവം എന്നുള്ളതൊരു അനുഭവത്തിന്റെ മാത്രമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്യണം. ഈസി വിന്നിന് ഒരിക്കലും ലൈഫ് ഉണ്ടാവില്ല. ഇതിപ്പം നമ്മളിത് പറയുന്നല്ലോ, നമ്മളും കോമ്പറ്റീഷനിലൂടെ ഒക്കെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ഞാനാണ് ഏറ്റവും വലുത്. 2 പാട്ട് പാടുന്നതിന് 45,000 രൂപ മേടിച്ചോട്ടെ, അതിന് നമ്മൾ ഒരിക്കലും ആളല്ല. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കണം, നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, നമ്മളത് അച്ചീവ് ചെയ്യാൻ, നമ്മളത് ചോദിക്കാൻ നമ്മൾ ഓക്കെ ആണോ, നമ്മൾ അപ്പോൾ ഒരു ടൈം പീരീഡ്, അതാണ് ഈ 1 വർഷം കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അടുത്ത ഒരു ആള് വന്നു കഴിഞ്ഞാൽ പോയി, പിന്നെ അയാളുടെ പുറകെ പോവാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം തന്നെ വന്നു, പഴയ സ്റ്റാറുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു അധപതനത്തിലേക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കഷ്ടപ്പെട്ട് നേടുന്ന ഒരു അച്ചീവ്മെന്റിന് എപ്പോഴും ലൈഫ് ഉണ്ടാവും. ഇത്രയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരു കാര്യം പാട്ടിനെ കുറിച്ച് ഒരാൾക്ക് പാട്ട് പാടാൻ അല്പമെങ്കിലും പറ്റുമ്പോ ഒരു പാട്ട് പാടുന്ന ഒരു ഓണപ്പാട്ടിന്റെ ഒരു മൂലം. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ്
പഠിച്ചത്. അതല്ല ഒരു സിനിമ പാട്ട് പാടാന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇല്ല, ആ ശ്രുതി ചേരുകയില്ല. അപശ്രുതി ആകുന്നതിലും ഒരാൾ ഈ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് എന്നെ പോലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചു. ചെലങ്ക് കേട്ട് ഡാൻസ് ചെയ്യണമെന്നും കൂടെ പറയരുത്. ഫാമിലിക്ക് ഒരു ഓണത്തിന് ഇതിക്കുള്ളിൽ രണ്ടുപേരെ തരാൻ പറ്റില്ല. അല്ല എനിക്ക് അല്ല നമ്മൾക്ക് എന്താണ് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഒരു ഇതിലായാൽ പോലും ഞങ്ങൾ BA ക്കാണെങ്കിലും MA ക്കാണെങ്കിലും ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. അപ്പം നമ്മള് ചിലപ്പോ കല്യാണി പാടി വസന്ത ആയിരിക്കും, വസന്ത പാടി ചിലപ്പം ഷൺമുഖപ്രിയ ആയിരിക്കും. അപ്പൊ ഒരാളോട് ചോദിക്കും, ഹലോ എന്താ പാടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞത് ഷൺമുഖപ്രിയ, ഇപ്പൊ പാടിയത് രാഗമാലിക, തുടങ്ങിയത് ഷൺമുഖപ്രിയ, പക്ഷെ ഒന്ന് നിന്നത് കല്യാണിയില്ല കേട്ടോ. അത് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിക്കുമ്പോഴത്തേക്കും നമ്മളോടാക്കി ഇങ്ങനെയല്ല ഇത് തിരിച്ചാട്ടോ എന്ന് പറയുമ്പോൾ അതാണല്ലോ ഒരു ലൈഫിൽ നമുക്ക് ഏറ്റവും ഒരു പാർട്ട്ണറിൽ നിന്നും വേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കുറവുകളായാലും പോസിറ്റീവ്സ് ആണെങ്കിലും. ഞാൻ എപ്പോഴും പറയും, നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം നമുക്ക് ഒരു ഒരു പ്രസംഗം കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, അതൊരു ഡയലോഗ് മനസ്സിലായില്ല, ഇംഗ്ലീഷ് ആവാം വേറെ ഏത് ഭാഷയാവും, ഇംഗ്ലീഷോ എന്തെങ്കിലും ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്നതിനോട് തെറ്റില്ല. നമുക്കൊരു അത് പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ഈ പാട്ട് ആസ്വദിക്കുന്ന ട്യൂണിനെക്കാട്ടും കൂടുതൽ ഞാൻ ലിറിക്സ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അത് ശ്രീകുമാരൻ തമ്പി സാർ ഒരു തവണ ഇന്റർവ്യൂവിൽ പറഞ്ഞു, കറക്റ്റാണ് പറഞ്ഞത്. ഒരിക്കലും ദക്ഷിണാമൂർത്തി ചെയ്ത ആരും പറയില്ല. ഹൃദയ സരസിലെ എന്നേ പറയുള്ളൂ. ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ ഹൃദയ സരസിലെ എന്ന വാക്ക് ജനത്തിന് ഓർക്കാൻ കാര്യം ശ്രീകുമാരൻ തമ്പി സാർ അത് എഴുതിയതുകൊണ്ടാണ്. തമ്പി സാർ കറക്റ്റാണ് അത് പറഞ്ഞത്. അതിനൊരു ശ്വാസം കൊടുക്കുന്നത് എപ്പോഴും ലിറിക്സ് ആണ്, അതിന്റെ വരികൾ തന്നെയാണ്. ലിറിക്സ് മോശമാകുന്ന ഒരു പാട്ടും നിലനിൽപ്പില്ല. അതുപോലെ വന്നുപോയ എത്രയോ സംഗീത എത്ര എഴുത്തുകാരും നമ്മൾക്ക് നഷ്ടപ്പെട്ട രണ്ടുപേരാണ്. ഇപ്പോഴത്തെ കൂട്ടായ്മയിലെ ഒരു വലിയ ചർച്ചയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയും രവീന്ദ്ര മാഷും കൂട്ടായ്മ. അങ്ങനെ ഒത്തിരി കൂട്ടായ്മകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ലിറിക്സ് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് പലതും ചില ലിറിക്സുകൾ നമുക്ക് അത്ര ജ്ഞാനസ്ത്രമൊന്നുമല്ലല്ലോ. സിമ്പിളുള്ള എഴുത്തായിരുന്നു. ഈ സ്വാതിരുന്നാളിനെ കുറിച്ച് ആലോചിച്ചു. സ്വാതിരുന്നാൾ കൃതികളുടെ ലാളിത്യം അല്ലെ, ആ കൃതികൾക്ക് അതിനൊരു അതൊക്കെ ആ ലിറിക്സിന്റെ ഭംഗി. ഇപ്പൊ തളരുന്നു മമ്മദേ അതൊക്കെ അദ്ദേഹമാണ്. അതുപോലെ അത് അവിടെ മുതലേ ഇപ്പൊ ക്ലാസിക്കലിന്റെ പോലും നമുക്ക് ആ ലിറിക്സും കൂടെ ചേരുമ്പോൾ മാത്രമേ അതിന്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവരും ഇനിയും നിങ്ങളെ ഓർത്തിരിക്കും അടുത്ത ഓണം വരെ. ഇങ്ങനെ ചേർന്ന ഫാമിലികളെ അടുത്ത ഓണം വരെയല്ല, വരുന്ന എല്ലാ ഓണങ്ങൾ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളിലും ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ ഓർക്കണം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ തീർച്ചയായിട്ടും. അതിപ്പോ ഏത് മാധ്യമത്തിലായാലും, ടെലിവിഷൻ ആയാലും സ്റ്റേജ് പ്രോഗ്രാം ആയാലും സിനിമ ആയാലും ഞങ്ങളോട് ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ, സത്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ ഇത്രയും നേരം മറച്ചു വെച്ചില്ലായിരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് ഇവരുടെ ഈ പോക്കുവരവുകൾ അറിയാവുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനായ റജി രാമപുരം, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിയുടെ പരിധിയിലുള്ള റജി രാമപുരം ഞങ്ങളുടെ കുടുംബത്തിലുള്ള. അപ്പൊ എന്താണ് ഇവർ എന്നുള്ളത് എനിക്ക് ഒരു തിരിച്ചറിവുള്ളതാണ്. അതുകൊണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് സംഭവം എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അവരുടെ തുറന്ന മനസ്സിൽ നിന്നും തുറന്നമായ കാര്യങ്ങളൊന്നും എന്നും പറഞ്ഞിട്ടില്ല, സത്യമായ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് സ്നേഹിക്കാൻ ഇങ്ങനെ ഒരു കുടുംബത്തെ ഈ ഒരു കാര്യത്തിൽ കിട്ടിയത് ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട്. ക്രിസ്ത്യാനിയുടെ ഇങ്ങനെ പ്രേക്ഷകർ നിങ്ങളെ വല്ലാതെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങള് ബാക്കിയുള്ള കലാകാരന്മാരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് എവിടെ ഒരു നാടകം കണ്ടു, ഗാനമേള നടത്തുന്നു, ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഒരുക്കിയിട്ട് കണ്ടിട്ടും കേട്ടിട്ട് എപ്പോഴും ഉള്ളൂ. അത് പണ്ട് മുതലുള്ള ശീലമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെപ്പോഴും എല്ലാ കലാകാരന്മാരോടും പറയാറുള്ളതാണ്, നമ്മൾ സിനിമ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു, നമുക്കിപ്പം അവർക്ക് പൈസ കൊടുത്ത് അവരെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പലരും പറയാറുണ്ട് അങ്ങനെ, നമുക്ക് അവരെ നന്നാക്കിയിട്ടെന്തില്ല എന്ന് ചോദിക്കണം. പക്ഷെ ഞങ്ങളുടെ കൺസെപ്റ്റ് അതല്ല. നമ്മളെ പോലുള്ള കലാകാരന്മാര് വേദിയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവരെ പോലുള്ള ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയാലേ നമുക്ക് ഭക്ഷണം, നമ്മളിതുകൊണ്ട് ജീവിക്കുന്നവരാണ്. പ്രോത്സാഹനം ഏത് ഒരു സിനിമ നമ്മളുടെ ഒരു ജനത്തിന്റെ ഒരു
കുഴപ്പങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടുപേര് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അങ്ങ് കൂടും. അപ്പോഴും നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ഇപ്പം ചിലപ്പം എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോ മലയാളിക്ക് മാത്രമുള്ള വാക്കാണ് കുഴപ്പമില്ല. അതാണ് ഇതെങ്ങനെയുണ്ട് ചേട്ടായി, ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് വെച്ചിട്ട് കറക്റ്റാ എന്ന് പറഞ്ഞാ പോരെ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നോ കൊള്ളമില്ലെന്നോ എനിക്കിതുകൊണ്ട് പറ്റത്തില്ലേന്ന് കൊള്ളത്തില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഒന്നെങ്കിൽ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ചീത്തയായിരിക്കണം, ഇല്ലേ? ഇത് കുഴപ്പമില്ല. നമ്മളെല്ലാം അങ്ങ് സഹിച്ചുകൊണ്ട് അങ്ങ് ക്ഷമിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകുന്ന വളരെ എളിമയുള്ള ആളുകളാണ് പ്രിറ്റൻഡ് ചെയ്യാണ്. അത് കള്ളത്തരമാണ്. പക്ഷേ അപ്പോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഓണാശംസയും ഒരു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മനോജനായാലും റെജി ആയാലും നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും നേരം സഹിച്ച് ക്ഷമയോടുകൂടി കണ്ട ഈ ഓണത്തിന്റെ എല്ലാ തിരക്കുകളും, നമുക്കറിയാം ഒരു ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ ദൃശ്യ എന്റർടൈൻമെന്റ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രേക്ഷകർക്കും അടിപൊളി ഓണമായിരിക്കട്ടെ, നന്മയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പരിപാടികളൊക്കെ കാണണം. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് കാണണം. ഇത്രയും നാൾ നിന്ന പ്രോത്സാഹനം തുടർന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും വൺസ് അഗൈൻ വെരി ഹാപ്പി ഓണം.